ഹായ് ഓൾ, വെൽക്കം ടു സ്കോളാരിക്സ് ദ ലേണിംഗ് പാത്ത്. എല്ലാവർക്കും സ്കോളാരിക്സ് ദ ലേണിംഗ് പാത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പഴയ അക്കൗണ്ട് ഡിസേബിൾ ആയത് കാരണം പുതിയ അക്കൗണ്ട് വെച്ച് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക് ബുക്കായ ദ വേൾഡ് അറൗണ്ട് അസ് എന്നതിനെ പറ്റിയാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ 6 യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ യൂണിറ്റായ മൈ ഹൗസ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ വർക്ക്ഷീറ്റ് നമ്പർ 1. ദിസ് ഈസ് നെവിൻ. ലെറ്റ്സ് ഹിയർ വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ഹിസ് ഫാമിലി. അപ്പോൾ ഇതാണ് നെവിൻ. Let's hear what he has to say about his family. നമുക്ക് നോക്കാം നെവിൻ്റെ ഫാമിലിയെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത്. നെവിൻ ആദ്യമായി പറയുന്നത്, ദിസ് ഈസ് മൈ ഫാദർ, ഹിസ് നെയിം ഈസ് ബാബു, ഹി ഈസ് എ ഡ്രൈവർ. അപ്പോൾ നെവിൻ പറയുന്നത്, ദിസ് ഈസ് മൈ ഫാദർ, ഇതാണ് എൻ്റെ അച്ഛൻ, ഹിസ് നെയിം ഈസ് ബാബു, ഫാദറിൻ്റെ പേര് ബാബു, ഹി ഈസ് എ ഡ്രൈവർ. അച്ഛൻ ഡ്രൈവറായാണ് ജോലി ചെയ്യുന്നത്. അടുത്തതായി, ദിസ് ഈസ് മൈ മദർ, ഹെർ നെയിം ഈസ് ഹിന്ദു, ഷീ ഈസ് എ ടീച്ചർ. അപ്പോൾ നെവിൻ അടുത്തതായി അമ്മയെ പറ്റിയാണ് പറയുന്നത്, ഇതാണ് എൻ്റെ അമ്മ, ഹെർ നെയിം ഈസ് ഹിന്ദു, ഹിന്ദു എന്നാണ് അമ്മയുടെ പേര്, ഷീ ഈസ് എ ടീച്ചർ, ഹിന്ദു ഒരു ടീച്ചറാണ്. അടുത്തതായി, ദിസ് ഈസ് മൈ സിസ്റ്റർ, ഷീ ഈസ് നീതു, ഷീ ഈസ് ഇൻ ക്ലാസ് 2. ഇതാണ് നെവിൻ്റെ സിസ്റ്റർ, ഷീ ഈസ് നീതു, സിസ്റ്ററിൻ്റെ പേര് നീതു, ഷീ ഈസ് ഇൻ ക്ലാസ് 2. നീതു 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫാമിലിയെ പറ്റി എഴുതാനാണ് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായി നമുക്ക് ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം. മൈ ഫാദർ ഈസ്. അപ്പോൾ ഫാദറിൻ്റെ പേരെന്താണോ അതവിടെ എഴുതുക. ഉദാഹരണത്തിന് ഫാദറിൻ്റെ പേര് രാജൻ എന്നൊരു ഉദാഹരണം കൊടുക്കാം. മൈ ഫാദർ ഈസ് രാജൻ. പിന്നെയും മൈ ഫാദർ ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഹീ കൊടുക്കാം, അല്ലേ? ഹീ ഈസ് എ. ചില ജോലി എന്താണോ അത് എഴുതാം. ചിലതൊരു ഉദാഹരണമായിട്ട് പോസ്റ്റ്മാൻ ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ ഹീ ഈസ് എ പോസ്റ്റ്മാൻ. അടുത്തതായി, മൈ മദർ. മദറിൻ്റെ പേരെന്താണോ അത് എഴുതുക. മദറിൻ്റെ പേര് ഉദാഹരണമായി രജനി എന്ന്. ഓക്കെ. പിന്നെ മൈ മദർ ഈസ് എന്ന് പറഞ്ഞ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതിന് പകരം എന്താ ഉപയോഗിക്കാം? ഷീ എന്ന ഷീസ് അത് എഴുതുക. ഉദാഹരണ ഷീസ് എ ക്ലർക്ക് എന്നാണ് ഒരു ക്ലർക്കാണ്. മൈ ബ്രദർ ഈസ് ഓർ മൈ സിസ്റ്റർ ഈസ്. നിങ്ങളുടെ വീട്ടിൽ ബ്രദറോ സിസ്റ്ററോ ആണെങ്കിൽ അവരുടെ പേര് എഴുതുക. ഉദാഹരണം ഞാൻ ബ്രദറിൻ്റെ പേര് എഴുതുന്നു. മൈ ബ്രദർ ഈസ് അഭിനവ്. എന്ന് എഴുതി. ഇനി മൈ ബ്രദർ ഈസ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിന് പകരം ഹീ എഴുതാം. പെൺകുട്ടിയാണെങ്കിൽ ഷീ. ഹീ ഈസ് ഇൻ. ഏത് ക്ലാസ്സിലാണോ അത് എഴുതുക. ക്ലാസ് 5 എന്ന് അവിടെ എഴുതുന്നു. ഇനി മൈ ഗ്രാൻഡ് ഫാദർ ഈസ്. മുത്തച്ഛൻ മുത്തശ്ശി എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് അവിടെ എഴുതാമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ മൈ ഗ്രാൻഡ് ഫാദർ ഈസ്. ഫാദറിൻ്റെ പേര് എഴുതുക. ഫാദറിൻ്റെ പേര് എന്താണോ അത് എഴുതുക. അവിടെ സുധാകരൻ. പിന്നെയും നമുക്ക് മൈ ഗ്രാൻഡ് ഫാദർ ഈസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരം ഹീ കൊടുക്കാം. ഹീ ഈസ് എ. ഗ്രാൻഡ് ഫാദർ എന്താണോ ചെയ്യുന്നത് അത് എഴുതുക. എന്ന് പറഞ്ഞാൽ ഫാർമർ. ഗ്രാൻഡ് ഫാദർ കൃഷിക്കാരനാണ്. മൈ ഗ്രാൻഡ് മദർ ഈസ്. ഗ്രാൻഡ് മദറിൻ്റെ പേരെന്താ അത് എഴുതുക. ഞാനിവിടെ രമൺ എഴുതുന്നു. ഗ്രാൻഡ് മദർ എന്താണോ ചെയ്യുന്നത് അത്. ഇനിയും മൈ ഗ്രാൻഡ് മദർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ ഷീ എഴുതാം. ഷീ ഈസ് എ ഹൗസ് വൈഫ്.
വൈഫ് എഴുതി. ഓക്കെ, ഈ പക്ഷിയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതായി പക്ഷി നമ്പർ 2 നമുക്ക് എടുക്കാം. ഇവിടെ 5 ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലെറ്റ്സ് നെയിം ദീസ്. ഈ ചിത്രങ്ങൾ എന്താണ്? ആദ്യത്തെ എന്താണ്? പരിചിതമായ അലമാര അല്ലെങ്കിൽ അൽമിര അല്ലേ, അങ്ങനെ എഴുതാം. രണ്ടാമത്തേത് നമുക്ക് വീട്ടിലെല്ലാവരും കാണുന്നത് കണ്ണാടി, ഇംഗ്ലീഷിൽ മിറർ. മൂന്നാമത്തേതായി നമ്മളെല്ലാവരും കാണുന്ന ഒന്ന് തന്നെയാണ്, എന്താണ്? ബെഡ്. നാലാമത്തതോ നമ്മൾ പതിവായി കാണുന്നത് തന്നെയാണ്, ചായ. അഞ്ചാമത്തത് നമ്മൾ സ്ഥിരം കാണുന്നത് തന്നെയാണ്. എല്ലാം നമ്മൾ ദിവസേന കാണുന്ന സാധനങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് അപ്പോൾ അടുത്തതായി നമുക്ക് പക്ഷി നമ്പർ 3 കടക്കാം. ലെറ്റ്സ് കളർ ആൻഡ് ലേബൽ ദിസ് ഹൗസ്. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഒരു വീടിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് പക്ഷിയിൽ പറഞ്ഞത്? ലെറ്റ്സ് കളർ ആൻഡ് ലേബൽ ദ ഹൗസ്. ഈ വീടിന് കളർ കൊടുത്തിട്ട് ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പേരുകൾ കൊടുക്കാനാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് വീടിന്റെ മേൽക്കൂരയ്ക്ക് നമ്മൾ റൂഫ് എന്നല്ലേ പറയുക, അപ്പൊ അതവിടെ ലേബൽ ചെയ്യുക. രണ്ടാമത്തേത് വീടിന്റെ ഡോർ എവിടെയാണ്? ഇവിടെയാണ്. നമുക്ക് ഇവിടെ ഡോർ എഴുതുക. മൂന്നാമതായി ഇതെന്താണ്? ഈ 3 സാധനം അത് വിൻഡോ ആണ്. അതെ, ജനൽ. അതിന് പറയുന്നത് വിൻഡോ. അപ്പോൾ നമ്മൾ വിൻഡോ എഴുതി. ഇനി എന്താണ്? ഈ ജനലും വാതിലും ഒക്കെ വെക്കണമെങ്കിൽ ഒരു ചുമര് വേണമല്ലോ അല്ലേ. അപ്പൊ അതെന്താണ്? അപ്പൊ ഇതെന്താണ്? വാളാണ് അഥവാ ചുമർ. അപ്പൊ നമുക്കിത് കളർ ചെയ്യാനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാം. നമ്മുടെ കളർ ചെയ്യുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. അപ്പൊ നമുക്ക് വീടിനെ പറ്റി എഴുതാനാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ്. അപ്പൊ നിങ്ങളുടെ ഹൗസ് ആണ്. ദിസ് ഈസ് മൈ ഹൗസ്. ദിസ് ഈസ് മൈ ബ്യൂട്ടിഫുൾ ഹൗസ്. അങ്ങനൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇനി അടുത്തത് ദ കളർ ഓഫ് ഹിസ് റൂഫ് ഈസ്. റൂഫിന്റെ കളർ എന്താണോ നിങ്ങൾ കൊടുത്തത് ആ കളർ എന്താണോ എഴുതുക. ഞാൻ ഉദാഹരണം കൊടുക്കാതുകൊണ്ടായിരുന്നു റൂഫിന്റെ കളർ റെഡ് എന്നാണ്. ദ വാൾ ഈസ് പെയിന്റഡ് വിത്ത്. അപ്പോൾ വീടിന് ചുറ്റുമുള്ള ചുമരിന് നമ്മൾ ഏതാണോ കളർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ കളർ തന്നെയാണ് എഴുതേണ്ടത്. പിന്നെ അവിടെ വൈറ്റ് വെള്ള വാള. ഇറ്റ് ഹാസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഹാസ് ഡാഷ് വിൻഡോസ്. എത്ര വിൻഡോകളാണ് ഉള്ളത്? 1 2 3 വിൻഡോസ്. 3 വിൻഡോസ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഈസ് മൈ ബ്യൂട്ടിഫുൾ ഹൗസ്. എന്ന് എഴുതാം. സോ ഈ പക്ഷിയിൽ മനസ്സിലായെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത പക്ഷിയിലേക്ക് കിടക്കാം. പക്ഷി നമ്പർ 4. എന്താണ്? ലെറ്റ്സ് ലേബൽ ദ റൂംസ്. അതായത് 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ കാണുന്ന അതേ മുറികളാണ് അല്ലേ. അപ്പൊ എന്താണ്? ഓരോ മുറികൾക്കും നമ്മൾ പേര് കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു കുട്ടി TV കാണുന്നു അല്ലേ. അപ്പോൾ ഇത് ഇംഗ്ലീഷിലെ 5ാമത്തെ ചാപ്റ്ററായ ഹൂ ഈസ് അവർ നൈബറിൽ ഇതേ ആക്ടിവിറ്റികളുണ്ട്. അപ്പോൾ ഈ അതേ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് ലേബൽ ദ റൂംസ് എന്ന് ആദ്യം ഈ കുട്ടി TV കാണുന്നുണ്ട്. അപ്പോൾ അത് ഓഫീസ് റൂം അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? ഡ്രോയിങ് റൂം എന്ന് പറയാം. TV കാണാനും എന്തെങ്കിലും എഴുതാനും ഒക്കെ ആണ് ഡ്രോയിങ് റൂം നമ്മൾ മനസ്സിലാക്കാം. അതായത് നമ്മൾ അറിയാവുന്ന റൂമാണിത് അല്ലേ. എന്താണ്? നമ്മൾ ഉറങ്ങുന്ന സ്ഥലം അതായത് ബെഡ്റൂമാണ് അല്ലേ. അടുത്തതായോ? അതെ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അതായത് ഡൈനിങ്.
അടുത്തതായി എന്താണ് കാണുന്നത്? ഒരാൾ പാചകം ചെയ്യുന്നതല്ലേ. അപ്പൊ എന്താ പാചകം ചെയ്യുന്നത്? എന്താണ് സ്ഥലം പാചകം ചെയ്യാൻ വളരെ സിമ്പിളായുള്ള വർക്ക്ഷീറ്റ് തന്നെയാണ്. അടുത്ത ലെറ്റ്സ് മാച്ച്. ഈ പേരുകൾ തമ്മിൽ മാച്ച് ചെയ്യാണ് പറഞ്ഞത്. ഓരോ റൂമിൻ്റെയും പേരുകളും ആ റൂമിൽ എന്തൊക്കെയാണ് ആ റൂമിൻ്റെ ഉപയോഗങ്ങളും എന്നുള്ളതാണ്. ഇത് ബെഡ്റൂമിൻ്റെ ഉപയോഗം എന്താണ്? ഒരുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉറങ്ങാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ലീപ്പിങ്ങിനായിട്ട് മാച്ച് ചെയ്യാറുണ്ട്. കിച്ചൺ എന്താണ്? അതെ, കുക്കിങ്ങിനാണ്, പാചകം ചെയ്യാനാണ് കിച്ചൺ. ഡ്രോയിങ് റൂം ആണെങ്കിലോ TV കാണാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് വർക്ക്ഷീറ്റ് നമ്പർ 5 പോവാം. എന്താണ് വർക്ക്ഷീറ്റ് നമ്പർ 5? ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ കുറച്ച് പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ഒരു മുറിയാണ്. മുറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഓരോന്ന് നോക്കുക, എന്നിട്ട് താഴത്തുള്ള ചോദ്യം വായിക്കുക. ലെറ്റ്സ് ഫിൽ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ദ ബോക്സ്. ഈ ബോക്സിലുള്ള വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ആക്കാനാണ്. അപ്പോൾ അടുത്ത ചോദ്യം ദ ക്ലോക്ക് ഈസ് ഡാഷ് ദ വാൾ. ക്ലോക്ക് എന്താണ്? എവിടെയാണുള്ളത്? വാളിന്റെ മുകളിലാണ്. അപ്പൊ എന്താ പറയാ? ഓൺ എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? മുകളിൽ എന്നാണ് ഓണിന്റെ അർത്ഥം. മുകളിൽ. ഇൻ എന്ന് വെച്ചാലോ ഉള്ളിൽ. അണ്ടർ താഴെ. ഇത് മൂന്നും നമുക്ക് മനസ്സിലാക്കണം. എന്നിരുന്നാലേ നമുക്ക് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓൺ മുകളിൽ, ഇൻ ഉള്ളിൽ, അണ്ടർ താഴെ. ഇത് മൂന്നർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദ ക്ലോക്ക് ഈസ് ഡാഷ് ദ വാൾ. ക്ലോക്ക് എവിടെയാണുള്ളത്? വാളിന്റെ മുകളിലാണുള്ളത്. അപ്പൊ എന്താണ് പറയുക? ഓൺ ദ വാൾ അല്ലേ? രണ്ടാമതോ there is a carpet dash the floor. അതായത് ഫ്ലോറിന്റെ എവിടെയാണ് കാർപ്പറ്റ് ഉള്ളത്? മുകളിലാണ്. ഫ്ലോറിന്റെ മുകളിലല്ലേ കാർപ്പറ്റ് വിരിക്കുക. അപ്പൊ എന്താണ്? there is a carpet on the floor. ഫ്ലോറിന്റെ മുകളിൽ. മൂന്നാമത് there is a flower vase dash the table. ഒരു ഫ്ലവർ വേസ് ടേബിളിന്റെ എവിടെയാണുള്ളത്? താഴെയാണോ മുകളിലാണോ? മുകളിലാണ്. അപ്പൊ എന്താണ് പറയുക? ഫ്ലവർ വേസ് ഓൺ ദ ടേബിൾ. ഇനി there is a brush dash the cup. അത് ഒരു ബ്രഷ് കപ്പിന്റെ എവിടെയാണുള്ളത്? മുകളിലാണെങ്കിലും കപ്പിൽ, അത് കപ്പിന്റെ ഉള്ളിലായിട്ടാണ് ആ ബ്രഷ് ഉള്ളത്. അപ്പൊ എന്താ പറയുക? ഉള്ളിലാണെങ്കിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? there is a brush in the cup. ഇനി അടുത്തത് there is a ball dash the chair. ബോൾ ഇവിടെ കാണാൻ പറ്റും. ചെയറിന്റെ എവിടെയാണ് ബോൾ ഉള്ളത്? ഓൺ ദ ചെയർ. ചെയറിന്റെ മുകളിലല്ലേ? അപ്പോൾ there is a ball on the chair. ഇനി നോക്കാം. there is a cat dash the table. ഒരു കാറ്റ് നമുക്ക് കാണില്ല, പൂച്ചയെ കാണില്ലേ? ടേബിളിന്റെ മുകളിലാണോ താഴെയാണോ? തീർച്ചയായും താഴെയാണ് കാറ്റുള്ളത്. അപ്പൊ എന്താ പറയുക? താഴേക്ക് നമ്മൾ എന്താ പറയുക? അണ്ടർ ദ ടേബിൾ. അപ്പൊ എന്താണ്? ഈ വർക്ക്ഷീറ്റും നമ്മൾ പൂർത്തിയാക്കി. വർക്ക്ഷീറ്റ് നമ്പർ 6 പറയുന്നത് ലെറ്റ്സ് റൈറ്റ് ദ സെന്റൻസസ് ആണ്. ഇവിടെ ഓർഡർ തെറ്റിച്ചാണ് സെന്റൻസുകൾ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഒരു കറക്റ്റായ മീനിങ് ഫുൾ ആയ സെന്റൻസിലേക്ക് മാറ്റാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട് വർക്ക്സ് ഇൻ എ ഫാം ഗ്രാൻഡ് ഫാദർ. അതിന് ഉത്തരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഫാദർ വർക്ക്സ് ഇൻ എ ഫാം. അടുത്തായി ഒന്നാം നോക്കാം. എന്താണ്? ആദ്യം മദർ serves ഫുഡ് എന്നെഴുത പറ്റില്ലേ? അമ്മ ഭക്ഷണം സെർവ് ചെയ്യുന്നു.
സ്റ്റോറീസ് ടെൽസ് ഗ്രാൻഡ് മദർ. അത് വളരെ സിമ്പിളാണ്. ഗ്രാൻഡ് മദർ നമുക്ക് എന്ത് പറഞ്ഞു തരാറുണ്ട്? സ്റ്റോറീസ് പറഞ്ഞു തരാറുണ്ട്. ഗ്രാൻഡ് മദർ ടെൽസ് സ്റ്റോറീസ് എന്ന് എഴുതാം. ബ്രിങ്സ് ഫാദർ ഫുഡ്സ്. വീട്ടിലേക്ക് ആരാ സാധനങ്ങളൊക്കെ വാങ്ങുക? ഫാദറാണ്. അപ്പൊ എന്താണ്? ഫാദർ ബ്രിങ്സ് ഫ്രൂട്ട്സ്. ഫാദർ ബ്രിങ്സ് ഫ്രൂട്ട്സ്. ഇനി നോക്കാം. മൈ റൂം ഐ ക്ലീൻ. അപ്പൊ എന്താ പറയുക? ഐ ക്ലീൻ മൈ റൂം. ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കാറുണ്ട്. പിക്ചർ സിസ്റ്റർ ഡ്രോസ്. എന്താണ്? നമുക്ക് സിസ്റ്റർ ആദ്യം എടുത്തത്. സിസ്റ്റർ എന്താ ചെയ്യുന്നത്? ചിത്രം വരയ്ക്കാറുണ്ട്. ഡ്രോസ് പിക്ചേഴ്സ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സെന്റൻസ് നമുക്ക് മീനിങ് ആയ രീതിയിൽ എഴുതാവുന്നതാണ്. ഇനി അടുത്ത പക്ഷി നമ്പർ 7 പോവാം. ഇവിടെ എന്താണ്? 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, 5 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് മാച്ച് ദ ഫോളോയിങ്. ആദ്യ ചിത്രത്തിൽ എന്താണ്? ഒരു കൂടാണ് അല്ലേ? രണ്ടാമത്തേലോ ഒരു മാളമാണ്. മൂന്നാമത്തെ എന്താണ്? ഒരു ആലയാണ്. നാലാമത്തത് ഫിഷ് ടാങ്കാണ്, ഫിഷ് ബോളാണ്. അഞ്ചാമത്തത് നമ്മളെല്ലാം കാണുന്ന തന്നെ ഒരു വീടാണ്, ഹൗസ്. അപ്പോൾ നമുക്ക് എന്താണ് വെച്ചാൽ ഓരോ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉദാഹരണത്തിന് ബേർഡ് എവിടെയാണ് താമസിക്കുക? നെസ്റ്റിലാണ് താമസിക്കുക അല്ലേ? അല്ലെ താമസിക്കുക. ബോയ് ആണെങ്കിലോ ബോയ് ആണ് ഇവിടെ താമസിക്കുക. അത് തികച്ചും ഹൗസിൽ വീട്ടിലാണ് താമസിക്കുക. സ്നേക്ക് എവിടെയാണ്? സ്നേക്ക് എവിടെയാണ് സാധാരണ? മാളത്തിൽ കാണല്ലേ? മാളത്തിന് എന്താണ് പറയാ? ഹോൾ ആണ് സ്നേക്ക് താമസിക്കുന്ന സ്ഥലം. ഹോളാണ്. കൗ ആണെങ്കിൽ സിമ്പിളായി തന്നെ ആല കൗശായിട്ട് വയ്ക്കുന്നു. കൗശല്ലാത്ത ഫിഷ് എവിടെ ഫിഷ് ടാങ്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇതിന്റെ സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ ബോയ് ലീവ്സ് ഇൻ എ ഹൗസ്. ബോയ് വീട്ടിൽ താമസിക്കുന്നു. ദ ബേർഡ് ലീവ്സ് ഇൻ എ. ബേർഡ് എവിടെ താമസിക്കുന്നത്? ഇൻ എ നെസ്റ്റ്. നെസ്റ്റിലാണ് താമസിക്കുന്നത്. അടുത്തതായി എന്താണ്? ബേർഡ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സ്നേക്കാണ്. സ്നേക്ക് എവിടെ താമസിക്കുക? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്നേക്ക് ലിവ്സ് ഇൻ എ. സ്നേക്ക് എവിടെ താമസിക്കുന്നത്? ഹോളാണ്, മാളത്തിലാണ് സ്നേക്ക് താമസിക്കുന്നത്. നാലാമത്തതാണെങ്കിലോ എ കൗ. പശു എവിടെയാണ് താമസിക്കുക? കൗ ലിവ്സ് ഇൻ എ. എവിടെയാണ്? ആല അല്ലെ തൊഴുത്ത്. കൗഷഡിലാണ് താമസിക്കുന്നത്. അടുത്താണ് ഫിഷ് ആണെങ്കിലോ എ ഫിഷ് ലിവ്സ് ഇൻ. ഫിഷ് എവിടെ താമസിക്കുന്നത്? ഫിഷ് ടാങ്ക്. ഫിഷ് ടാങ്കിലാണ് ഫിഷ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ പൂർത്തിയായിട്ട് കരുതുന്നു എങ്കിൽ നമുക്ക് പക്ഷി നമ്പർ 8 ലെറ്റ്സ് ഫൈൻഡ് ദ ഓഡ് വൺ. ഒറ്റയാനെ കണ്ടെത്താൻ അല്ലേ? ഒന്നാമത്തെ എന്താണ്? ബ്രദർ, സിസ്റ്റർ, മദർ, ഫാദർ, ടൈലർ. ഇതിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതാരാണ്? അതെ, തികച്ചും ടൈലർ തന്നെ. ടൈലർ വീട്ടിലുണ്ടാവും ഇല്ല. ഈ രണ്ടാമത് നോക്കുക. ഗ്രാൻഡ് ഫാദർ, നേഴ്സ്, അങ്കിൾ, ഓൺ, ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും അങ്കിൾ ആണെങ്കിലും ആണ്ട് ആണെങ്കിലും ഗ്രാൻഡ് മദർ ആണെങ്കിലും റിലേറ്റീവ്സ് ആണ്, വീട്ടിലുണ്ടാവുന്നവരാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? നേഴ്സ് നമ്മുടെ വീട്ടിലുണ്ടാവുക ഇല്ല. നേഴ്സൊക്കെ സാധാരണ ഹോസ്പിറ്റലൊക്കെയാണ് അല്ലേ കാണുന്നത്. അപ്പം നേഴ്സാണ് അവിടെ ഒറ്റയാനായി വരുന്നത്, കൂട്ടത്തിൽപ്പെടാത്തത്. ഇത് നോക്കാം. ഹസ്ബൻഡ്, വൈഫ്, ഡ്രൈവർ, സൺ, ഡോട്ടർ. ഹസ്ബൻഡ്, വൈഫ്, സൺ, ഡോട്ടർ. ഇവയെല്ലാം
ഒരു വീട്ടിലുള്ള അംഗങ്ങളാണ്, എന്നാൽ ഇവിടെ ഒറ്റയാണ്. നാലാമത്താണെങ്കിലോ വിൻഡോ, ഡോർ, ബ്ലാക്ക് ബോർഡ്, ഫ്ലോർ, വാൾ. അതിലാണ് വിൻഡോ, ഡോർ, ഫ്ലോർ, വാൾ. ഇതൊക്കെ ഒരു വീടിൻ്റെ ഭാഗങ്ങളാണല്ലേ. ഒരു ബ്ലാക്ക് ബോർഡ് വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ബ്ലാക്ക് ബോർഡ് എവിടെയാണ് കാണുക? നമ്മുടെ സ്കൂളിലൊക്കെ ആണല്ലേ കാണുക. വീട്ടിൽ ബ്ലാക്ക് ബോർഡ് ഉണ്ടാവില്ല. അപ്പോൾ അത് ബ്ലാക്ക് ബോർഡാണ് അവിടെ ബ്ലാക്ക് ബോർഡ്. ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം, സ്റ്റോർ റൂം, കിച്ചൺ, സ്റ്റാഫ് റൂം. ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം, സ്റ്റോർ റൂം, കിച്ചൺ വീട്ടിലെ ഓരോ റൂമുകളാണ്. എന്നാൽ സ്റ്റാഫ് റൂമോ? സ്റ്റാഫ് റൂമാണ് സ്കൂളിലാണല്ലേ. സ്കൂളിലെ റൂമാണ് സ്റ്റാഫ്സ് എല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന റൂമാണ് സ്റ്റാഫ്. ആറാമത്തെ നോക്കിയാലോ ടൈൽസ്, സിമെന്റ്, ഗ്രാനൈറ്റ്, മാർബിൾ. ടൈൽസ്, സിമെന്റ്, ഗ്രാനൈറ്റ്, മാർബിൾ ഇവയെല്ലാം ഒന്നാണ്. മഷി ആണ്. ഏഴാമത്തത് മിക്സർ, ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റവ്, ജീപ്പ്. മിക്സർ, ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റവ് ഇവയെല്ലാം കിച്ചണിൽ കാണുന്ന ഐറ്റംസ് ആണല്ലോ. എന്നാൽ ജീപ്പ് കിച്ചണിൽ കാണുമോ? ഇല്ല. അപ്പോൾ ജീപ്പ് ഈസ് ദ ഓഡ് വൺ ഹിയർ. എയ്ത്ത് വൺ മിൽക്ക്, ഓയിൽ, സാൾട്ട്, ഷുഗർ, പെൻസിൽ. മിൽക്ക്, ഓയിൽ, സോൾട്ട്, ഷുഗർ ഇവയെല്ലാം ഒന്നാണ്. ഒരു കാറ്റഗറി, ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ്. എന്നാൽ പെൻസിൽ ഈ വിഭാഗത്തിൽ പെടുന്നതാണോ? അല്ല. അപ്പോൾ പെൻസിൽ ഇസ് ദ ഓഡ് വൺ ഹിയർ. സോ വർക്ക്ഷീറ്റ് നമ്പർ 8 നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നമുക്ക് അസസ്മെന്റ് ടെസ്റ്റ് ആണ് അടുത്തത്. ഈ അസസ്മെന്റ് ടെസ്റ്റോട് കൂടി യൂണിറ്റ് 1 വേൾഡ് അറൗണ്ട് അസ് എന്ന ടെക്സ്റ്റിലെ യൂണിറ്റ് 1 ഇവിടെ അവസാനിക്കുകയാണ്. കളർ ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഇൻ റോസ്. അതായത് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരുകൾ റോസ് കളറിൽ അടയാളപ്പെടുത്താനാണ്. റോസ് കളർ അടയാളപ്പെടുത്താണ്. ഇതിലാരൊക്കെ ഫാമിലി മെമ്പേഴ്സ് വീട്ടിൽ വരിക? ഫാദർ വരിക, വീട്ടിലൊരംഗമില്ല. പിന്നെ ആരാണ്? സിസ്റ്റർ, വീട്ടിലംഗമാണ്. ഓൾ പാർട്സ് ഓഫ് എ ഹൗസ് ഇൻ യെല്ലോ. വീടിൻ്റെ പാർട്സ് അതായത് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ യെല്ലോ കളറിൽ കൊടുക്കാനാണ് പറഞ്ഞത്. എന്താണ് വീട്ടിലെ പാർട്സ്? ഡോർ. രണ്ടാമതായത് വരുന്നത് വാൾ. വാൾ വരുന്നുണ്ട്. വിൻഡോ, റൂഫ് ഇവയൊക്കെയാണ് വരുന്നത് അല്ലേ? ഇനി മൂന്നാമത്തേതാണ് കളർ ഓൾ ദ റൂംസ് ഇൻ ലൈറ്റ് ബ്ലൂ. വീടിന്റെ റൂംസിന് ലൈറ്റ് ബ്ലൂ കൊടുക്കാനാണ്. ഡൈനിങ് റൂം വീടിന്റെ ഒരു മുറിയല്ലേ? മുറിയാണ്. ബെഡ്റൂം വീട്ടിലെ ഒരു മുറിയാണ്. പിന്നെയോ ഡ്രോയിങ് റൂം വീട്ടിലെ മുറിയാണ് അല്ലേ? വേറെ ഏതെങ്കിലും കിച്ചൺ വീടിന്റെ ഒരു മുറിയല്ലേ? അതെ, മുറിയാണ്. സോറി. നാലാമത്തതായി കളർ ഓൾ ദ ഫർണിച്ചർ ഇൻ ലൈറ്റ് ഗ്രീൻ. ഫർണിച്ചറുകൾ ലൈറ്റ് ഗ്രീൻ കൊടുക്കാനാണ് പറഞ്ഞത്. ടേബിൾ ഫർണിച്ചർ അല്ലേ? അതെ. ചെയർ, ഷെൽഫ്, മിറർ, ബെഡ് ഇതൊക്കെ എന്താണ്? ഫർണിച്ചേഴ്സ് അല്ലേ? അതെ, ഫർണിച്ചേഴ്സ് ആണ്. അഞ്ചാമതായി കളർ ഓൾ ദ ഷെൽട്ടേഴ്സ് ഇൻ വൈറ്റ്. അതായത് ഷെൽട്ടേഴ്സ് എന്ന ജീവികൾ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റി സ്ഥലത്തിൻ്റെ പേരുകളാണ് വൈറ്റ് കളറിൽ കൊടുക്കാനാണ്. ഓളാണ് താമസിക്കുന്നത്. സ്നേക്കാണ് ഇപ്പോൾ താമസിക്കുക. കൗശല്യാണ് ആരാണ് താമസിക്കുന്നത്? തീർച്ചയായും കൗത്തില്ല. നെക്സ്റ്റ് ആരാണ് താമസിക്കുക? ബേർഡ്സ് ആണ് അല്ലേ? ഒന്ന് വെച്ചാൽ മൈ ഹൗസ് പോലെ കംപ്ലീറ്റ് ആയിരിക്കുക.